ദേ കിച്ചു, നിന്റെ ഈ സ്വഭാവം വെച്ച് എനിക്കിത് തുടരാൻ താല്പര്യമില്ല. ഞാനൊരു പെൺകുട്ടിയാ, എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളുണ്ട്. അയ്യടി മോളെ, നീ ഇതൊന്നും അല്ലല്ലോ നമ്മൾ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോ പറഞ്ഞ്. നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. എന്തൊക്കെയായിരുന്നു? ഓഹോ, എന്ന് വെച്ച് ഞാൻ നിന്റെ അടിമയായി ജീവിക്കണമെന്നാണോ? ഞാൻ വാട്സപ്പ് DP ഇട്ടെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം? DP ഇട്ടു എന്ന് വെച്ചൊരു കുഴപ്പമില്ല, പക്ഷെ ഇടണ്ടെന്ന് പറഞ്ഞിട്ട് അത് കേട്ടെന്താ കുഴപ്പം? ഇപ്പോഴെങ്ങനെയാണെങ്കിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ എന്താവും അവസ്ഥ? ആ ബെസ്റ്റ്. ഈ സ്വഭാവം കൊണ്ട് നിന്നെ കെട്ടിയ എന്റെ ജീവിതം പോവടാ മോനെ. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? ഷാലു, നീ നോക്കിക്കോ, ഇത് നിനക്ക് പകരൊരു പണി വന്നിരിക്കും. നീ നിന്റെ കൂട്ടുകാരികളുടെ കൂടെ നിൽക്കുമ്പോ ഞാൻ വന്ന എല്ലാവരുടെ മുമ്പിൽ വെച്ച് നിന്നെ നാണം കെടുത്തും. അങ്ങനെയെങ്കിലും നിന്റെ അഹങ്കാരം മാറ്റി ഞാൻ. നീ പോട ചെക്ക, നിന്റെ അച്ഛനെ കാണണം എനിക്ക്. നിന്റെ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ ശരിയാവില്ല. ഇല്ലെങ്കിൽ നിന്നെ കെട്ടിക്കഴിഞ്ഞ് ഞാൻ വെള്ളം കുടിക്കും. അതും പറഞ്ഞ് ചിരിച്ച് അവനെ തള്ളി മാറ്റിയിട്ട് അവള് ബസ് സ്റ്റോപ്പിലേക്ക് ഓടി. അന്ന് രാത്രി കിച്ചുവിനെ ദേഷ്യം പിടിപ്പിക്കാൻ അവള് ഫോട്ടോ DP ഇട്ടു. ഓഹോ, നീ ഫോട്ടോ ഇട്ടുവല്ലേടി? നാളെ ഞാൻ പെട്രോളും കൊണ്ട് വരൂടി. ആ മെസ്സേജിന്റെ കൂടെ ഒരു ചിരിയുടെ സ്മൈലിയും ഉണ്ടായിരുന്നു. എന്നാ നീ വാട ചെക്ക, നിന്നെ ശരിയാക്കും ഞാൻ. അവളുടെ റിപ്ലൈ അവനെ ചിരിപ്പിച്ചു. നീ ഇപ്പൊ ഓടി ഉണ്ട് കണി, ഞാൻ ഉറങ്ങാൻ പോവാ, എനിക്ക് ഇഷ്ടമല്ല നിന്നെ. എനിക്കും ഇഷ്ടമല്ല നിന്നെ, പോട ചെക്ക. അതിനൊരു ലവിന്റെ സ്മൈലിയും അയച്ച് അവൻ ഉറങ്ങാൻ കയറി. പിറ്റേന്ന് രാവിലത്തെ ഗുഡ് മോർണിംഗ് മെസ്സേജ് മുതൽ തുടങ്ങി അവരുടെ പതിവ് വഴക്ക്. വൈകിട്ട് അവൾ ബസ് കാത്തു നിൽക്കുന്ന സ്ഥലത്ത് അവൻ ബൈക്കുമായി ചെന്നു. അവളുടെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അവളെ ദേഷ്യത്തോടെ കുറെ ഉപദേശവും പിന്നെ നിന്നെ എനിക്കിന് വേണ്ടെന്ന ഡയലോഗും. ഇതൊക്കെ കേട്ട് ഷാലു പതി അവനെ നോക്കിയത് ചിരിച്ചു. തന്നെ കൊച്ചാക്കാൻ വേണ്ടിയാണ് അവൻ ആ ഷോ കാണിച്ചതെന്ന് അവൾക്കറിയാമായിരുന്നു. കിച്ചു കാര്യം പതുക്കെയാണ് പറഞ്ഞതെങ്കിലും അവളുടെ ഒരു കൂട്ടുകാരി അതിന് മറുപടി എന്നോണം ഉറക്കെ അവനോട് കയർത്ത് സംസാരിച്ചു. ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ ഷാലു കൂട്ടുകാരിയുടെ കാര്യം പറഞ്ഞു. ദേ കിച്ചു, ഇനി നിന്നെ എനിക്ക് കാണണമെന്നില്ല, നിർത്തിക്കോ. ഇല്ല, എന്നെ ഇവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയ നിന്നെ ഇനി കാണണ്ട എനിക്ക്. നീ പോയാൽ എനിക്കൊന്നുമില്ല, അപ്പൊ ഗുഡ് ബൈ ഷാലു എന്നും പറഞ്ഞ് അവൻ വലിയ ഷോ കാണിച്ച് ബൈക്കിൽ കയറി കിക്കർ അടിച്ചതും ഒരു ചെറിയ ശബ്ദത്തോടെ കിക്കർ ദേ കിടക്കുന്ന റോട്ടിൽ. ആകെ നാണം കെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്റെ ദേവി, സെൽഫ് പോലും വർക്ക് ചെയ്യുന്നില്ലല്ലോ. വരുന്ന തിരക്കിൽ പേഴ്സ് പോലും എടുത്തില്ല. അവിടെ കൂടിയുന്ന എല്ലാവരും ചിരിയോട് ചിരി. കിച്ചു പതിയെ ഒരു ചമ്മിയ ചിരിയോടെ അവളെ നോക്കി. പോക്കറ്റ് തപ്പുന്ന കണ്ട ഷാലുവിന് കാര്യം മനസ്സിലായി. അപ്പോഴേക്കും ബസ് വന്നു. ബസ്സിലേക്ക് കയറാൻ പോകുന്നതിന് മുമ്പ് ഷാലു ഒരു 50 രൂപ അവന്റെ കയ്യിൽ ദേഷ്യത്തോടെ കൊടുത്തിട്ട് പോയി. വേറെ വഴിയില്ലാത്ത കൊണ്ട് അവനതൊരു ഇളിഞ്ഞ ചിരിയോടെ വാങ്ങി. വീട്ടിലെത്തി കിച്ചു അവളുടെ മെസ്സേജ് നോക്കി. ഡാ കിച്ചു, മര്യാദയ്ക്ക് എന്റെ പൈസ തിരിച്ചു തരണം, കേട്ടല്ലോ? നിർത്തി എല്ലാം. ഓക്കെ എന്നൊരു മറുപടിയും കൊടുത്ത് അവൻ ഫോൺ ഓഫ് ചെയ്തു. അന്ന് രാത്രി 9 മണിയോടെ കിച്ചു അവളുടെ വീട്ടിലെത്തി. അവളുടെ അച്ഛൻ വരാൻ വൈകുന്നതുകൊണ്ട് വാതിലടക്കാൻ വൈകും. പിന്നെ ചുറ്റും വീടുകളുണ്ട്. അമ്മ അടുക്കളയിൽ ജോലിയിലാണ്. അനിയൻ ചെക്കൻ ഫോണിൽ തന്നെയാണ് എപ്പോഴും. പിന്നെ കണ്ണു കാണാത്ത അവളുടെ മുത്തശ്ശി അകത്ത് ഇരിക്കുന്നുണ്ട്. ആ പാവത്തിന് കവിളത്ത് തൊടാതെ ഒരു ഉമ്മയും കൊടുത്ത് ആരും കാണാതെ അവളുടെ മുറിയിൽ കയറി. ഇറങ്ങിപ്പോട ചെക്ക, അമ്മ കണ്ടാ തീർന്നു. കല്യാണം നിൽക്കും, എല്ലാം നിൽക്കും. അയ്യടി മോള്, അതിന് ഞാൻ നിന്നെ കാണാൻ വന്നല്ല. ദേ നിന്റെ 50 രൂപ, ഇനി വല്ലോണ്ട കടം? ഓഹോ, മോൻ കടം തിരിച്ചു തരാൻ വന്നാണോ? എങ്കി കഴിഞ്ഞ ആഴ്ച തന്നാ ഇതിന് തിരിച്ചതാ. അതെന്താ കഴിഞ്ഞ ആഴ്ച തന്ന്? അയ്യോ, പൊന്നുമോൻ ഓർമ്മയില്ല അല്ലേ? അതിന്റെ വേദന ഇപ്പോഴും നിന്റെ കവിളത്തുണ്ടാവല്ലോടെ ചെക്ക. അത് കേട്ടതും കിച്ചു താ ചിരിച്ചു. എന്നിട്ടൊന്നുകൂടി അവളുടെ കവിളത്തൊരു കടി കൊടുത്തു. അപ്പോഴേക്കും അമ്മ ഷാലു എന്ന് വിളിച്ചുകൊണ്ട് വന്നു. കിച്ചു നേരെ കട്ടിലിന്റെ അടിയിലേക്ക് കയറി. ഈ പെണ്ണ് ചായ കുടിച്ച ഗ്ലാസ് അവിടെ തന്നെ വെക്കും എന്നും പറഞ്ഞ് ചായ ഗ്ലാസ് എടുത്തുകൊണ്ട് പോയി. അവള് പതിയെ വാതിലടച്ചു. അവൻ കട്ടിലിന്റെ താഴെ നിന്ന് എണീറ്റ് വന്നിട്ട് പോക്കറ്റിൽ നിന്നൊരു ഫോട്ടോ എടുത്തു. ദേവിയുടെ രൂപമായിരുന്നത്. ഷാലു, ദേവിയുടെ മുന്നിൽ വെച്ച് പറയാൻ ഞാൻ ഇനി ഒരിക്കലും നിന്നോട് വെറുതെ വഴക്കൂടില്ല. ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ ഉടക്കുമ്പോൾ നിനക്ക് എന്നോടുള്ള ഇഷ്ടം കുറയല്ലടി. അങ്ങനെ നീ എന്നെ വിട്ടുപോയാ പിന്നെ ഞാൻ. അവന്റെ വായ പൊത്തിക്കൊണ്ട് ഷാലു പറഞ്ഞു. അയ്യടെ ചെക്ക, അങ്ങനെ നിന്നെ കളഞ്ഞിട്ട് എനിക്കൊരു ജീവിതമില്ല. ഇപ്പൊ ദേവിയുടെ ഫോട്ടോയിൽ തൊട്ട് പറഞ്ഞ പോലെ എന്നോട് വെറുതെ വഴക്ക് കൂടലടെ ചെക്ക. നീ എന്റെയാ, എന്നും എന്റെയാ. അതും പറഞ്ഞ് ഷാലു അവന്റെ വയറിലൊരു പിച്ചു കൊടുത്തു. അമ്മ അടുക്കളയിൽ നിന്ന് ഉമ്മറത്തേക്ക് പോയ സമയത്ത് അവൻ അടുക്കള വഴി പുറത്തിറങ്ങി. വീടിന് സൈഡിലൂടെ റോഡിലേക്ക് പോകുമ്പോൾ അവന്റെ നെഞ്ചിടിക്കുന്നുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ട കല്യാണം ഉറപ്പിച്ചതാണെങ്കിൽ കൂടി അത് വലിയൊരു നാണക്കേടാണ്. പെട്ടെന്നാണ് അവിടെ അച്ഛൻ വന്ന് കയറിയത്. അച്ഛൻ അകത്തേക്ക് കയറി വാതിലടച്ചു. അവൻ പതിയെ ഉമ്മർത്തിയെന്ന് ബെല്ലടിച്ചു. വാതിൽ തുറന്ന അച്ഛൻ അവനെ കണ്ടം ചോദിച്ചു. അല്ല കിച്ചു, എന്താ ഈ സമയത്ത്? അച്ഛാ, ഞാനേ ഇവിടെ അടുത്ത് വരെ വന്നതാ. ദേ ആ വളവിൽ വെച്ച് വണ്ടി നിന്ന് പോയി, സ്റ്റാർട്ടാവുന്നില്ല. അയ്യോ, മോൻ എൻ്റെ സ്കൂട്ടർ എടുത്തോണ്ട് പൊക്കോ. നാളെ കാലത്ത് ഞാൻ ഓട്ടോ പിടിച്ച് ജോലിക്ക് പോവാം. അല്ല, നീ എന്തെങ്കിലും കഴിച്ചോ? വാടാ, കഴിച്ചിട്ട് പോവാം. ഇതൊക്കെ കേട്ട് അമ്മ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ഡീ ഷാലു, ദേ കിച്ചു. ഒരു നാണം കലർന്ന മുഖത്തോടെ അവൾ വാതിലിന് പിന്നിൽ വന്നു. വാടാ കിച്ചു, ചോറ് കഴിച്ചിട്ട് പോവാം. അയ്യോ വേണ്ട അച്ഛാ, അമ്മ എന്നെ നോക്കി ഇരിക്ക വീട്ടില്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അച്ഛൻ്റെ സ്കൂട്ടറും എടുത്ത് കിച്ചു വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴി വളവിൽ വെച്ചിരുന്ന അവൻ്റെ വണ്ടി ഒരു കടയിലേക്ക് കയറ്റി വെച്ച് ലോക്ക് ചെയ്തു. വീട്ടിൽ ചെന്ന് കഴിക്കാനിരുന്നപ്പോൾ അവൻ കാര്യങ്ങൾ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവളുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞത് തന്നെ. ഉറങ്ങാൻ കിടന്നപ്പോൾ ഷാലുവിന്റെ മെസ്സേജ്. ഡാ ചെക്ക, നീ എന്തിനാ പിന്നെ വീട്ടിലേക്ക് വന്നത്? ഞാൻ ആകെ പേടിച്ചുപോയി.
എന്റെ ഷാലു, ഞാൻ പോകുന്ന വഴി ആരെങ്കിലും കണ്ട പിന്നെ അറിയാലോ. ഇനിയിപ്പോൾ ആരെങ്കിലും നിന്റെ അച്ഛനോട് ഞാൻ രാത്രി അവിടെ വന്നു എന്ന് പറഞ്ഞാലും നിന്റെ അച്ഛന് അവരുടെ മുഖത്ത് നോക്കി പറയാലോ, അന്തസ്സോടെ വീട്ടിലെല്ലാവരും ഉള്ളപ്പോൾ മുൻവാതിൽ മുട്ടിയാണ് അവൻ വന്നതെന്ന്. ഇത് കേട്ട് അവൾ കിച്ചുവിനൊരു വോയിസ് മെസ്സേജ് അയച്ചു. ഹോ, അന്തസ് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ഡാ ചെക്ക, ഇനി ഇതുപോലത്തെ മണ്ടത്തരം കാണിക്കല്ല കേട്ടോ. ഓ ഇല്ലേ, എന്നാ ഞാൻ ഉറങ്ങട്ടെ ചെക്ക. ഗുഡ് നൈറ്റ്. ഓക്കെടി, ഗുഡ് നൈറ്റ്. ചിരിയും തമാശകളും ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളുമായി അവരുടെ ജീവിതം അങ്ങനെ അങ്ങനെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. രണ്ടിൻ്റെയും കല്യാണം അടുത്ത കൊല്ലം ഏപ്രിൽ വിഷുവിനാണ് കേട്ടോ. തൃശ്ശൂരിലുള്ള ഒരു അമ്പലത്തിലാണ് കെട്ട്. അമ്പലം ഏതാണെന്ന് ഇപ്പോൾ പറയുന്നില്ല.